നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. വരാൻ പോകുന്ന വർഷങ്ങളിൽ, അതായത് 2030 വരെയുള്ള വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ മേടം രാശിക്കാരുടെ ഭാവിയെക്കുറിച്ചാണ് വളരെ വിശദമായി സംസാരിക്കുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പോൾ 7.5 ശനിയുടെ 1-ാം ഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിഗ്രഹം ഒരു വ്യക്തിയുടെ രാശിയുടെ 12, 1, 2 എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന 7.5 വർഷക്കാലത്തെയാണ് 7.5 ശനി എന്ന് വിളിക്കുന്നത്. ഇതിൽ 1-ാം ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി 2-ാം ഘട്ടം 2027 ജൂൺ മാസത്തിൽ ആരംഭിക്കും. ഇത് അടുത്ത 2.5 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. ജ്യോതിഷത്തിൽ 7.5 ശനിയുടെ 2-ാം ഘട്ടം വളരെ പ്രധാനപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. ഈ വീഡിയോയിൽ ശനി, വ്യാഴം, രാഹു തുടങ്ങി ഒരു രാശിയിൽ തന്നെ കൂടുതൽ കാലം സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ അത് മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭാവിയിൽ വരാൻ പോകുന്ന 6 പ്രധാനപ്പെട്ട പ്രവചനങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2026 മുതൽ 2030 വരെയുള്ള സമയം മേടം രാശിക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജന്മരാശി മേടമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിൽ ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് 12-ാം ഭാവത്തിലൂടെയാണ്. ജ്യോതിഷത്തിൽ 12-ാം ഭാവം എന്നത് പ്രധാനമായും ചെലവുകൾ, യാത്രകൾ, വിദേശവാസം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സഞ്ചാരം 2027 മെയ് മാസം വരെ തുടരും. ഒരു വലിയ മാറ്റം വരുന്നത് 2027 ജൂൺ 3-നാണ്. അന്ന് ശനി നിങ്ങളുടെ 12-ാം ഭാവത്തിൽ നിന്ന് മാറി നിങ്ങളുടെ 1-ാം ഭാവത്തിലേക്ക് അഥവാ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കും. ഇതോടെയാണ് നിങ്ങളുടെ 7.5 ശനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2-ാം ഘട്ടം ആരംഭിക്കുന്നത്. നിലവിൽ നിങ്ങളുടെ മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥ നോക്കിയാൽ 11-ാം ഭാവത്തിൽ അഥവാ ലാഭസ്ഥാനത്ത് രാഹു സ്ഥിതി ചെയ്യുന്നു. 3-ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. 5-ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നു. മേടം രാശിക്കാരുടെ ജാതകത്തിൽ 10, 11 ഭാവങ്ങളുടെ അധിപനാണ് ശനി. അതായത് നിങ്ങളുടെ തൊഴിലിനെയും സാമ്പത്തിക ലാഭത്തെയും നിയന്ത്രിക്കുന്നത് ശനിയാണ്. അതുകൊണ്ട് 2027 മെയ് മാസം വരെ ശനി 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ ചില പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടും. ഇതുമൂലം അമിതമായ അധ്വാനവും ശരീരത്തിന് നല്ല ക്ഷീണവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഒട്ടനവധി യാത്രകൾ ചെയ്യേണ്ടി വരും. ഇതിൽ ചില യാത്രകൾ യാതൊരു പ്രയോജനവുമില്ലാത്ത അനാവശ്യ യാത്രകളായിരിക്കാനും സാധ്യതയുണ്ട്. ശനി തന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് നോക്കുന്നതിനാൽ പല്ല്, തൊണ്ട, വായ എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാം. കൂടാതെ ചില ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയാനും ശത്രുത കാണിക്കാനും സാധ്യതയുണ്ട്. ശനി 6-ാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ചെറുതോ വലുതോ ആയ വായ്പകൾ അല്ലെങ്കിൽ കടങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. 2-ാം ഭാവം കുടുംബത്തെ കൂടി സൂചിപ്പിക്കുന്നതിനാൽ ദേഷ്യം നിയന്ത്രിക്കുകയും വീട്ടിലെ അംഗങ്ങളുമായി യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളിലും ഏർപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ സമയം വളരെ മികച്ചതാണ്. 2027 മെയ് മാസത്തിനു മുൻപ് നിങ്ങൾക്ക് വിദേശയാത്രയ്ക്കോ കരിയർ സംബന്ധമായ ദൂരയാത്രകൾക്കോ ഉള്ള വളരെ ശക്തമായ യോഗം കാണുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് പുതിയൊരു നഗരത്തിലേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നല്ല അവസരങ്ങൾ ഈ സമയത്തൊത്തുവരും. ശ്രദ്ധിക്കേണ്ട കാര്യം, ശനിയുടെ ഈ അവസ്ഥ കാരണം കാൽക്കുഴവേദന, കാലുകളിൽ അമിതമായ തളർച്ച എന്നിവയുണ്ടാകാം. കൂടാതെ പ്രത്യേക കാരണമൊന്നുമില്ലാതെ തന്നെ ചിന്തിച്ചുകൂട്ടി മനസ്സ് അസ്വസ്ഥമാക്കുന്ന പ്രകൃതവും ഈ സമയത്ത് കാണാം. 2027 ജൂണിൽ ശനി നിങ്ങളുടെ 1-ാം ഭാവത്തിലേക്ക് എത്തുന്നതോടെ കരിയറിലും വ്യക്തി ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരും. നിങ്ങൾ വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വളരെ മികച്ച അവസരങ്ങൾ ലഭിക്കും. എന്നാൽ അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ശനി ജന്മരാശിയിൽ വരുമ്പോൾ നിങ്ങളുടെ 7-ാമത്തെ അഥവാ വിവാഹഭാവത്തെ നോക്കുന്നു.
അതിനാൽ 2027 ജൂൺ മുതൽ 2030 മാർച്ച് ഏപ്രിൽ വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ വിവാഹിതനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ വിവാഹം നടക്കാനുള്ള യോഗം വളരെ കൂടുതലാണ്. വിവാഹം നീണ്ടുപോയവർക്ക് അനുയോജ്യമായ പങ്കാളിയെ ഈ സമയത്ത് ലഭിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല സമയമാണിത്. നിലവിലെ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി പുതിയ ബിസിനസ് തുടങ്ങാനോ ദിവസ വരുമാനമുള്ള മറ്റു മേഖലകളിലേക്ക് മാറാനോ ഓൺലൈൻ ബിസിനസ്സുകളിലോ ജോലികളിലോ ഏർപ്പെടാനോ ഉള്ള മികച്ച യോഗമുണ്ട്. 1-ാം ഭാവത്തിലെ ശനി നിങ്ങളുടെ 10-ാം ഭാവത്തെ അഥവാ കർമ്മഭാവത്തെ നോക്കുന്നത് കൊണ്ട് ഇതുവരെ ജോലിയില്ലാതെ ഇരുന്ന മേടം രാശിക്കാർക്ക് ഈ സമയത്ത് പുതിയ ജോലി ലഭിക്കും. 2027 ജൂൺ മുതൽ 2030 വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിറയുന്ന സമയമായിരിക്കും. അത് നിങ്ങളുടെ കുടുംബകാര്യങ്ങളിലാകാം, ഔദ്യോഗിക കാര്യങ്ങളിലാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിലാകാം. വലിയ ചുമതലകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. ചുരുക്കത്തിൽ ജന്മശനി നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും തിരക്കുകളിലായിരിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഈ സമയത്ത് അനാവശ്യ ചിന്തകൾ മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്താൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാനും ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാനും മേടം രാശിക്കാർക്ക് സാധിക്കും. അടുത്തതായി നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത് നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവുമാണ്. നിലവിൽ രാഹു നിങ്ങളുടെ 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് മാറി രാഹു നിങ്ങളുടെ 10-ാം ഭാവത്തിലേക്ക് വരാൻ പോവുകയാണ്. 2026 ഡിസംബർ 6-നാണ് രാഹുവിന്റെ ഈ സുപ്രധാനമായ രാശിമാറ്റം സംഭവിക്കുന്നത്. അവിടെ നിന്ന് 2028 ജൂലൈ വരെ രാഹു നിങ്ങളുടെ 10-ാം ഭാവത്തിൽ തന്നെ തുടരും. ജ്യോതിഷത്തിൽ 10-ാം ഭാവം എന്നത് നമ്മുടെ ജോലിയെയും കരിയറിനെയും പദവികളെയുമാണ് സൂചിപ്പിക്കുന്നത്. നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു മേടം രാശിക്കാരുടെ 10-ാം ഭാവത്തിലേക്ക് വരുന്നത് എന്നതിനാൽ ഇത് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കും. രാഹു എന്ന ഗ്രഹത്തിന്റെ പ്രധാന സ്വഭാവം തന്നെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. അതുകൊണ്ട് 2026 ഡിസംബറിന് ശേഷം വരുന്ന 2027 എന്ന വർഷം നിങ്ങളുടെ കരിയറിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കും. ഇതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. നിങ്ങളുടെ തൊഴിൽ ഭാവമായ 10-ാം ഭാവത്തിൽ രാഹു വന്നിരിക്കുന്നു. അതോടൊപ്പം ശനി ഗ്രഹത്തിന്റെ ശക്തമായ ദൃഷ്ടിയും ഈ 10-ാം ഭാവത്തിലേക്ക് പതിക്കുന്നു. 2 വലിയ ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരേ സമയം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്നതുകൊണ്ട് കരിയറിൽ മാറ്റങ്ങൾ ഉറപ്പായും വരും. ഇതിലേറ്റവും അനുകൂലമായ സമയം 2027 മെയ് മാസം മുതൽ ആ വർഷം മുഴുവനുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. 10-ാം ഭാവത്തിലെ രാഹു നിങ്ങളെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിക്കില്ല. പകരം ബുദ്ധിപരമായ സ്മാർട്ട് വർക്ക് ചെയ്യിക്കും. എളുപ്പവഴികളിലൂടെയും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും ജോലി ചെയ്ത് വിജയം നേടാനായിരിക്കും നിങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IT, എഞ്ചിനീയറിംഗ്, ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസി, കമ്മീഷൻ ബിസിനസ് അല്ലെങ്കിൽ ബ്രോക്കറേജ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം സുവർണകാലമാണ്. മേടം രാശിക്കാരായ ആരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ 10-ാം ഭാവത്തിലെ രാഹു നിങ്ങളെ ജനശ്രദ്ധയുള്ള ഒരു വിജയകരമായ രാഷ്ട്രീയക്കാരനാക്കി മാറ്റും. നിങ്ങൾ നിലവിൽ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഈ സമയത്ത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ കരിയർ രാഷ്ട്രീയത്തിലേക്കോ വലിയ നേതൃസ്ഥാനങ്ങളിലേക്കോ തിരിയാൻ ശക്തമായ സാധ്യതയുണ്ട്. കാരണം രാഹു നിങ്ങൾക്ക് മികച്ച രാഷ്ട്രീയ ബുദ്ധിയും തന്ത്രങ്ങളും ഈ സമയം നൽകും. രാഹു 10-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള 4-ാം ഭാവത്തിലേക്ക് കേതു പ്രവേശിക്കും. ജ്യോതിഷത്തിൽ 4-ാം ഭാവം എന്നത് വീട്, വാഹനം, സുഖസൗകര്യങ്ങൾ, മനസ്സിന്റെ സന്തോഷം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. 4-ാം ഭാവത്തിൽ കേതു വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടായാലും അതിലൊന്നും പെട്ടെന്ന് മനസ്സിന് തൃപ്തി വരാത്ത ഒരവസ്ഥയുണ്ടാകും. ഉദാഹരണത്തിന് 2027 നിങ്ങളൊരു പുതിയ വീടോ നല്ലൊരു കാറോ വാങ്ങിയെന്ന് വിചാരിക്കുക. സാധാരണയായി അതിൽ സന്തോഷിക്കേണ്ടതിനു പകരം ഇതിലും നല്ലത് വാങ്ങാമായിരുന്നു എന്ന രീതിയിലുള്ള ചിന്തകളായിരിക്കും കേതു നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. ജീവിതത്തിൽ ലഭിക്കുന്ന നല്ല കാര്യങ്ങളോട് നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നാത്ത വിധം മനസ്സൽപ്പം അസ്വസ്ഥമായിരിക്കും. ഇതിലും മികച്ചത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന ചിന്ത
സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നതിന് ചെറിയ തടസ്സമായി നിൽക്കും. അടുത്തതായി 2028 ജൂലൈയിൽ രാഹു നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് അഥവാ ഭാഗ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പിതൃസ്ഥാനത്തേക്ക് മാറും. 2029 മുഴുവൻ രാഹു ഇവിടെയായിരിക്കും തുടരുക. 9ാം ഭാവത്തിലെ രാഹു സഞ്ചാരം പൊതുവെ മോശമല്ലെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. 9ാം ഭാവം പിതാവിനെ സൂചിപ്പിക്കുന്നതിനാൽ ഈ സമയത്ത് പിതാവുമായി ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹവുമായി അകൽച്ചയോ ഉണ്ടായേക്കാം. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങളിലും ഭാഗ്യം തുണക്കേണ്ട കാര്യങ്ങളിലും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളോ താമസങ്ങളോ രാഹു ഉണ്ടാക്കും. ഈ കാലഘട്ടത്തിൽ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ, അതായത് കരിയർ, സാമ്പത്തികം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ യാതൊരുവിധ ധൃതിയും കാണിക്കരുത്. ദേഷ്യത്തിലോ എടുത്തുചാടിയോ തീരുമാനങ്ങൾ എടുക്കാതെ മുതിർന്നവരോട് ആലോചിച്ച് ചിട്ടയോടെ മാത്രം മുന്നോട്ടു പോവുക. ചുരുക്കത്തിൽ മേടം രാശിക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഏറ്റവും മികച്ച സമയം രാഹു 10ാം ഭാവത്തിൽ നിൽക്കുന്ന 2027 2028 ജൂലൈക്ക് മുൻപുള്ള മാസങ്ങളുമായിരിക്കും. ഈ കാലയളവ് നിങ്ങളുടെ കരിയറിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ കൂടുതൽ സ്മാർട്ടും ബുദ്ധിശാലികളുമായി മാറുന്ന സമയം കൂടിയാണിത്. ഈ സമയത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക. ഇനി നമുക്ക് ജ്യോതിഷത്തിൽ ഏറ്റവും ശുഭഗ്രഹമായി കണക്കാക്കുന്ന ദേവഗുരു വ്യാഴത്തെ കുറിച്ച് സംസാരിക്കാം. വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തേടിവരും. മേടം രാശിക്കാരെ സംബന്ധിച്ച് വരും വർഷങ്ങളിൽ വ്യാഴം 3 പ്രധാന ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. 2026 ജൂൺ 2 വ്യാഴം നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് അഥവാ തൊഴിൽ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും. അതിനാൽ 2026 ജൂൺ 2 മുതൽ 2027 ജൂലൈ വരെയുള്ള കാലയളവിൽ സ്വന്തമായൊരു ഭൂമിയോ വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റിയ സുവർണ സമയമാണ്. പുതിയൊരു വാഹനം സ്വന്തമാക്കാൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് യോഗമുണ്ട്. മനസ്സിന് സമാധാനം തരുന്ന തീർത്ഥയാത്രകളോ പ്രശസ്തമായ പുണ്യസ്ഥലങ്ങളിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ ഉള്ള ആത്മീയ യാത്രകളോ ഈ സമയത്ത് നിങ്ങൾ നടത്തും. 2027 ജൂലൈ മുതൽ 2028 ജൂലൈ വരെയുള്ള ഒരു വർഷക്കാലം വ്യാഴം നിങ്ങളുടെ 5ാം ഭാവത്തിൽ വന്നു നിൽക്കും. ജ്യോതിഷപ്രകാരം 5ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി മേടം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഫലങ്ങൾ നൽകും. വ്യാഴം 5ാം ഭാവത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ 1ാം ഭാവത്തിലേക്ക് അഥവാ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് നോക്കും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യം ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണിത്. 2027 ജൂലൈക്ക് ശേഷം വളരെ ശക്തമായ സന്താന യോഗം കാണുന്നുണ്ട്. കൂടാതെ കുട്ടികളുടെ പഠനകാര്യങ്ങളിലോ കരിയറിലും വ്യക്തിജീവിതത്തിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും വർദ്ധിക്കും. വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിൽ പതിക്കുന്നതിനാൽ തെറ്റായ വഴികളും അനാചാരങ്ങളും ഉപേക്ഷിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനും പുണ്യപ്രവർത്തികളിൽ ഏർപ്പെടാനും നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം ലഭിക്കും. ഗവൺമെന്റ് സംബന്ധമായ കാര്യങ്ങളിൽ നിന്നോ പരീക്ഷകളിൽ നിന്നോ അനുകൂലമായ ഉത്തരവുകളും വിജയവും പ്രതീക്ഷിക്കാം. 2028 ജൂൺ ജൂലൈ മാസങ്ങൾക്ക് ശേഷം വ്യാഴം നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് അഥവാ രോഗ ശത്രുഭാവത്തിലേക്ക് പ്രവേശിക്കും. അടുത്ത ഒരു വർഷം വ്യാഴം ഇവിടെയാണ് സഞ്ചരിക്കുക. ഈ സമയത്ത് ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഈ കാലയളവിൽ ശരീരത്തിൽ കൊഴുപ്പ് കൂടാനും പെട്ടെന്ന് തടിവെക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധിക്കണം. വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതിരിക്കാൻ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുകയും വ്യായാമം ശീലമാക്കുകയും ചെയ്യുക. മുൻപ് പറഞ്ഞതുപോലെ ആരോഗ്യത്തിലും ശരീരഭാരത്തിലും കൃത്യമായി ശ്രദ്ധയില്ലെങ്കിൽ ഈ സമയം അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ചുരുക്കത്തിൽ മേടം രാശിക്കാരെ സംബന്ധിച്ച് 2026 ജൂൺ മുതൽ 2028 ജൂലൈ വരെയുള്ള സമയം വ്യാഴത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹമുള്ള കാലമാണ്. വീട്, വാഹനം, സന്താനഭാഗ്യം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഈ സമയം വഴി തുറക്കും. എന്നാൽ 2028 ജൂലൈക്ക് ശേഷം ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത്.
നമ്മൾ ഇതുവരെ ശനി, രാഹു, കേതു, വ്യാഴം എന്നീ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് പ്രത്യേകമായി പരിശോധിച്ചു. ഇനി വരാൻ പോകുന്ന, അതായത് 2030 വരെയുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പൊതുവായി ഒന്ന് വിലയിരുത്താം. ഈ 4 പ്രധാന ഗ്രഹങ്ങളുടെയും സംയുക്തമായ മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാർക്ക് ഈ കാലഘട്ടം വലിയ ഉയർച്ചകളുടെയും ഒപ്പം കഠിനാധ്വാനത്തിന്റെയും സമയമായിരിക്കും. വരും വർഷങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സമ്മാനിക്കുന്ന കാലമാണ്. ബിസിനസ്സിലോ ജോലിയിലോ നിങ്ങൾ വിചാരിച്ചതിലും വലിയ വളർച്ച കൈവരിക്കാൻ സാധിക്കും. കരിയറിലെ വളർച്ചയ്ക്കൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും വലിയ പുരോഗതിയുണ്ടാകും. ഒന്നിലധികം വഴികളിൽ നിന്ന് പണം കൈവരാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനുമുള്ള യോഗം കാണുന്നുണ്ട്. ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതോടൊപ്പം ചില ബുദ്ധിമുട്ടുകളും വരാം. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ജോലിയിലായാലും കുടുംബത്തിലായാലും ഇതുവരെ ഇല്ലാതിരുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ തലയിൽ വന്നു ചേരും. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത് കൊണ്ട് ഒട്ടും ഒഴിവ് സമയം കിട്ടാത്ത അവസ്ഥയുണ്ടാകും. വല്ലാത്ത തിരക്കുകൾ കാരണം മാനസികമായി വലിയ ടെൻഷനും സ്ട്രെസ്സും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ മനസ്സിന് ശാന്തത നൽകുന്ന കാര്യങ്ങൾ കൂടി ജീവിതത്തിന്റെ ഭാഗമാക്കുക. മേടം രാശിയിലെ വിദ്യാർത്ഥികൾക്ക് ഈ കാലഘട്ടം പഠനകാര്യങ്ങളിൽ വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. മുൻപ് പറഞ്ഞതുപോലെ 2027 ജൂലൈ മാസത്തിൽ വ്യാഴം 5ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ പഠന നിലവാരം വളരെയധികം ഉയരും. അലസത മാറി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വലിയ പരീക്ഷകൾ എഴുതുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും ഈ സമയം ഏറ്റവും മികച്ച ഫലങ്ങൾ നൽകും. പ്രണയകാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്കും തങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും 2027 ജൂലൈക്ക് ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. പരസ്പരമുള്ള മനസ്സിലാക്കലുകൾ കൂടുകയും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. മേടം രാശിക്കാരുടെ ഒരു പൊതു സ്വഭാവം പെട്ടെന്ന് ദേഷ്യം വരിക എന്നതാണ്. വരും വർഷങ്ങളിൽ തിരക്കുകളും ടെൻഷനും കൂടുന്നത് കൊണ്ട് ദേഷ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ദേഷ്യം കാരണം നല്ല ബന്ധങ്ങൾ തകരാതിരിക്കാൻ സ്വയം അല്പം നിയന്ത്രണം പാലിക്കേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. 2026 ഡിസംബർ മുതൽ 2028 ജൂലൈ വരെയുള്ള സമയത്ത് രാഹു 10ാം ഭാവത്തിൽ അഥവാ കർമ്മഭാവത്തിൽ നിൽക്കുന്ന കാലയളവാണ് നിങ്ങളുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഈ സമയത്ത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വലിയ തീരുമാനങ്ങൾ, അതായത് പുതിയ ബിസിനസ് തുടങ്ങുക, വിദേശത്തേക്ക് മാറുക, വലിയ പ്രൊജക്ടുകൾ ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് മടിക്കരുത്. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനായി വലിയ റിസ്കുകൾ എടുക്കാൻ ഈ സമയത്ത് ഭയപ്പെടേണ്ടതില്ല. കാരണം 10ാം ഭാവത്തിലെ രാഹുവിന് നിങ്ങളെ കരിയറിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഏറ്റവും ഉയർന്ന പദവികളിലേക്ക് എത്തിക്കാനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് ഈ അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ കാലയളവിൽ നിങ്ങൾക്ക് 7ാം ശനി നടക്കുന്നുണ്ട്. അത് വരും വർഷങ്ങളിൽ തുടരുകയും ചെയ്യും. അതിനാൽ ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം വരാനും ദിവസവും നീലാഞ്ജന സമാഭാസം എന്ന് തുടങ്ങുന്ന ശനീശ്വര സ്തോത്രം 108 തവണ ചൊല്ലുക. ജ്യോതിഷപ്രകാരം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവരെ ശനിദേവൻ ഉപദ്രവിക്കില്ല എന്നാണ് വിശ്വാസം. അതിനാൽ ദിവസവും ഹനുമാനെ ഭക്തിയോടെ ഭജിക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വലിയ മനക്കരുത്തും ധൈര്യവും നൽകും. മേടം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.